എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മാത്രമാണോ? എടാ, ക്രിസ്ത്യാനിയെ കൊല്ലുന്നവന് ശ്വാസം കൊടുക്കുന്നവരും കർത്താവല്ലേ? യേശുക്രിസ്തു ദൈവമേ അല്ല, യേശുക്രിസ്തുവിനെ പരസ്യമായിട്ട് ചീത്ത വിളിക്കുന്ന വിദ്വാന്മാരുണ്ട്, അവർക്കും ശ്വാസം കൊടുക്കുന്നത് കർത്താവല്ലേ? യേശുക്രിസ്തുവിനെ ദുഷിക്കുന്നവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നവരെ തല്ലുന്നവരെയും തുപ്പുന്നവർക്കും എല്ലാം, അല്ലെങ്കിൽ പീലാത്തോസിന് ശ്വാസം കൊടുത്തതാരാ? കർത്താവല്ലേ? അവൻ കുടിക്കുന്ന വെള്ളം കൊടുത്തത് കർത്താവല്ലേ? അപ്പൊ സകല മനുഷ്യർക്കും ഭക്ഷണവും ഇവിടെ എന്താണ്, ജീവനും ശ്വാസവും സകലതും കൊടുക്കുക. അപ്പൊ ജീവൻ കൊടുത്തതും ശ്വാസം കൊടുത്തതും ഈ കർത്താവ്. അങ്ങനെയുള്ളവനാ ദൈവം. പിന്നെയോ ആകയാൽ അതുകൊണ്ട് എല്ലാവർക്കും സകലതും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ സകലർക്കും സകലതും കൊടുക്കുന്ന ദൈവത്തിന് മനുഷ്യൻ എന്തെങ്കിലും കൊടുത്തിട്ട് ഉപജീവനം കഴിക്കുന്നവൻ ദൈവമല്ല. അത് നമ്മൾ സൃഷ്ടിച്ചതല്ലേ. എൻ്റെ കുഞ്ഞിന് ഞാൻ ഭക്ഷണം കൊടുക്കും, എൻ്റെ കുഞ്ഞ് എനിക്കാണ് ഭക്ഷണം തരുന്നത്. മുതിർന്നതിന് ശേഷമുള്ള കാര്യമല്ല, ഒരു കൺസെപ്റ്റ് പറയണം. എൻ്റെ കുഞ്ഞ് ഓരോ ദിവസം ജനിച്ച നാൾ തൊട്ട് അപ്പൻ്റെ വായിലേക്കാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്, അപ്പൻ മകൻ്റെ വായിലേക്കാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ദൈവത്തിനെ ഊട്ടുന്ന പോഷന്മാരാണ് നമ്മൾ. ഞാൻ ആ പോഷത്തിൽ ജീവിച്ച അറിവില്ലായ്മയില്ല. അപ്പൊ സുവിശേഷം ഒരു മനുഷ്യന്റെ കണ്ണ് തുറക്കട്ടെ, അത് ദൈവമല്ല. ദൈവം കണ്ടോ ഈ ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കും, നമ്മളെല്ലാം ബുദ്ധിമാന്മാരാണ്, പക്ഷെ നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ സൂര്യന്റെ ചൂട്, ഇതിന്റെ വെളിച്ചം, ഈ സൂര്യൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകുമോ? പക്ഷെ ഈ സൂര്യനെ സൃഷ്ടിച്ചത് ആരാണ് എന്നൊന്ന് ചോദിക്കുവാനോ അന്വേഷിക്കാനോ മനുഷ്യന് ബുദ്ധിയില്ല. ഈ ശരീരം മുഴുവനും കീറി മുറിച്ച് ഇതിനകത്തെ ഓരോ കാര്യങ്ങളും പഠിച്ച് ഡോക്ടറാകുന്നമാര് ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതം കൂടിയിട്ട് ഇത്ര അത്ഭുതകരമായിരിക്കുന്ന ഈ ശരീരം സൃഷ്ടിച്ചത് ആരെന്ന് ചിന്തിക്കാതെ ഞാനൊരു MD ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇല്ല. അപ്പൊ ഇതെല്ലാം കീറി മുറിച്ച് ഇതെല്ലാം പഠിച്ചിട്ടും ഇത്ര മനോഹരമായിരിക്കുന്ന ഈ ശരീരം സൃഷ്ടിച്ചവൻ ആരെന്ന് അന്വേഷിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. ഈ വീട് മുഴുവനും പറഞ്ഞല്ലോ തുറന്ന് ഇതിന്റെ അകവും പുറവും എല്ലാം കണ്ടുപിടിച്ചിട്ടും ഇതിനെ ഉണ്ടാക്കിയവൻ ആരാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഇത്രയും പോഷന്മാരാണ് മനുഷ്യൻ, ബുദ്ധി കെട്ടന്മാരാണ് മനുഷ്യൻ. അവൻ എന്തൊക്കെ നേടിയാലും അവനെ പോലെ ബുദ്ധി കെട്ട ഒരു വർഗം വേറെ, അവൻ പോഷനാണ്.